ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു വെൽക്കം ഡ്രിങ്കോടെയാണ്. അതായത് ഒരു ഹോട്ട് ചോക്ലേറ്റിൻ്റെ ഒരു പാക്കറ്റ് ഉണ്ട്. അപ്പോൾ അതൊന്ന് തിളച്ച വെള്ളത്തിലിട്ട് ഒന്ന് കുടിക്കാമെന്ന് വിചാരിച്ചു. കുഴപ്പമില്ല, എനിക്കിഷ്ടമുള്ളൊരു ഇതാണ്. നമ്മൾ വേറൊന്നും ചേർക്കണ്ട. പൊടി അതിലേക്ക് ഇട്ടിട്ട് ഗ്ലാസ്സിലേക്ക് ഇട്ടിട്ട് പാക്കറ്റ് പൊട്ടിച്ചിട്ടിട്ട് തിളച്ച വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുത്താൽ മതി. വളരെ നല്ലൊരു ഡ്രിങ്ക് ആയിരിക്കും. അപ്പോൾ ഇന്ന് കുറച്ചൊരു ഒരു ചൂടിന് കുറച്ചൊരു ആശ്വാസമുണ്ട്. തണുപ്പെന്ന് പറയാൻ പറ്റില്ല, ചൂടിന് കുറച്ചൊരു ആശ്വാസമുണ്ട്. അപ്പോൾ ഇന്ന് വിചാരിച്ചു ഇത് കുറച്ച് ദിവസമായിട്ട് എൻ്റെ കയ്യിലിരിക്കുന്നു, അപ്പോൾ ഒന്ന് ഇത് കുടിക്കാമെന്ന് വിചാരിച്ചു, അങ്ങനെ എടുത്തതാണ്. പിന്നെ ഇത് നമുക്ക് ഇങ്ങനെ സാഷേ വാങ്ങിക്കാൻ കിട്ടും. അതല്ലാതെ നമുക്ക് വീട്ടിലാണെങ്കിലും കൊക്കോ പൗഡറും ഇത് ചോക്ലേറ്റ് ചിപ്സ് അങ്ങനെ വെച്ചിട്ട് നമുക്ക് പൊടിച്ചെടുത്ത് ഉണ്ടാക്കാനും പറ്റും. ഓക്കെ, അതൊരു ദിവസം വീഡിയോ ഇടാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നിപ്പോൾ എനിക്കൊരു വലിയ പണി കിടപ്പുണ്ട്. അപ്പം നിങ്ങളെയും കൂടെ അതിലേക്കൊന്ന് കൊണ്ടുവരാമെന്ന് വിചാരിച്ചു. അതിപ്പോൾ വൈകുന്നേരത്തെ ഡിന്നറിനുള്ള ചോറൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി എനിക്ക് ഒരു പരിപ്പ് കറി ഉണ്ടാക്കണം. അപ്പോൾ കറി ഉണ്ടാക്കുന്നതിന് മുൻപ് ഞാൻ വീട്ടിൽ പോയിട്ട് വന്നപ്പോൾ എനിക്ക് അമ്മ കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി നന്നാക്കി തന്നിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്കത് സ്റ്റോർ ചെയ്യണം. അത് ഞാൻ സ്റ്റോർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. പിന്നെ കുറച്ച് പച്ചമുളക് നല്ലത് നമ്മുടെ ടെറസിൻ്റെ മേളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്, പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഞാൻ. അപ്പോൾ അതും എനിക്ക് ഒന്ന് സ്റ്റോർ ചെയ്യണം. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. ഇതാണ് ഞങ്ങളുടെ ടെറസിൻ്റെ മേളിൽ, അതായത് എൻ്റെ വീട്ടിലെ ടെറസിൻ്റെ മേളിലാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ നിന്നാണ് ഞാൻ ഈ പച്ചമുളകും സംഭവങ്ങളൊക്കെ കൊണ്ടുവരുന്നത്, വെജിറ്റബിൾസൊക്കെ പോയിട്ട് വരുമ്പോൾ കൊണ്ടുവരുന്നത്. ഇനിയിപ്പം ഇത്രയും പച്ചക്കറികളോ പച്ചമുളകോ ഒന്നും എനിക്ക് കിട്ടാൻ വഴിയില്ല, കാരണം അച്ഛനിവിടെ റൂഫിടുവാണ്. ഇത്രയും ചൂടും ഇത് കാരണം. അതുകൂടാതെ ഇനിയിപ്പം മഴ വരുവാണല്ലോ, അപ്പോൾ അതും കൂടെ ആലോചിച്ചിട്ട് ഇപ്പോൾ റൂഫ് ഇട്ടുകൊണ്ടിരിക്കുക. ഇപ്പോൾ റൂഫിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ടെറസിൻ്റെ മേളിലൊന്നുമില്ല. ഇതിപ്പോൾ ഞാൻ അതിന് മുൻപ് പണിക്കാർ വരുന്നതിന് മുമ്പ് ചട്ടികളൊക്കെ എടുത്ത് മാറ്റുന്നതിന് മുമ്പ് ഞാൻ കുറച്ചൊക്കെ പറിച്ച് എടുത്തതാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എങ്ങനെയാണ് ദീർഘകാലം സ്റ്റോർ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് മുൻപ് പറയട്ടെ, ഇതിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ യൂട്യൂബ് ചാനലായ കൊച്ചിൻ ഡയറിയാണ്. യൂട്യൂബിൽ നിങ്ങൾ കൊച്ചിൻ ഡയറി എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ ചാനൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ താഴെ ഒരു റെഡ് കളറിൽ സബ്സ്ക്രൈബ് എന്ന ബട്ടൺ കാണാം, അതൊന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തു. പിന്നെ ഒരു ചെറിയ കുഞ്ഞ് ബെല്ലൈക്കൺ കൂടെ ഉണ്ട്, അതും കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റെഗുലറായിട്ട് എൻ്റെ വീഡിയോസ് കിട്ടും. അപ്പോൾ ഇഞ്ചി നമുക്ക് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ഇഞ്ചി നന്നായിട്ട് കഴുകി തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതൊരു 2-3 പീസസാക്കി നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് ഫുഡ് പ്രോസസ്സർ ഉണ്ടെങ്കിൽ അതിലിട്ട് അരച്ചെടുത്താലും മതി. നന്നായിട്ട് ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ ഇത് അരച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഇഞ്ചി അരയ്ക്കുമ്പോൾ തന്നെ അതിനകത്തൊരു വാട്ടറി ആണല്ലോ, ഇഞ്ചിയിൽ വാട്ടർ കണ്ടൻറ്റ് കൂടുതലാണ്. അപ്പോൾ ഒട്ടും വെള്ളം ചേർക്കാതെ അരച്ചെടുത്തിട്ട് വേണം ഇത് സ്റ്റോർ ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് അരച്ചെടുക്കാം. ആ ഇഞ്ചി ഞാൻ 2 പ്രാവശ്യമായിട്ടാണ് അരച്ചെടുത്തത്. അപ്പം ആദ്യത്തേത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചു. രണ്ടാമത്തെ അത്ര അരച്ചില്ല, കാരണം കുറച്ചൊരു തരികളൊക്കെ വേണം എന്നുണ്ടെങ്കിൽ അത്ര അധികം അരയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പം ആദ്യം ഒന്ന് പൾസിലിട്ടൊന്ന് കറക്കി അതിനൊന്ന് ക്രഷ് ആക്കിയതിന് ശേഷം ഫസ്റ്റ് സ്പീഡിലിട്ട് ഒന്ന് ഒരു സെക്കൻഡ് 2 സെക്കൻഡ് നേരത്തേക്ക് ഇതാക്കുമ്പോൾ തന്നെ നന്നായിട്ട് ഫൈൻ ആയിട്ട് അരഞ്ഞു കിട്ടും. അപ്പം രണ്ടാമത്തെ അത്ര അധികം അരച്ചിട്ടില്ല. അപ്പോൾ ഇതിവിടെ നമുക്ക് മാറ്റി വയ്ക്കാം. ഇപ്പോൾ അടുത്ത ചാൻസ് വെളുത്തുള്ളിയുടെയാണ്. അപ്പോൾ വെളുത്തുള്ളിയും ഇതുപോലെ തന്നെ 2 ബാച്ചായിട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത്. അപ്പോൾ ഫൈൻ പേസ്റ്റ് വേണമെന്നുള്ളവർക്ക് ഫസ്റ്റ് സ്പീഡിലിട്ടിട്ട് 1 സെക്കൻഡ് നേരം അടിക്കുമ്പോൾ തന്നെ നല്ലോണം പേസ്റ്റ് ആവും. ക്രഷ് ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പൾസിലിട്ടിട്ട് പതിയെ അറിയാമല്ലോ നിങ്ങൾക്കത് ഒന്ന് ചതച്ചെടുത്താൽ മതി. അപ്പോൾ അത് ക്രഷ് ചെയ്ത് കിട്ടും. ഏത് വിധത്തിൽ വേണമെങ്കിലും നമുക്കിത് സ്റ്റോർ ചെയ്യാൻ പറ്റും. പിന്നെ ഇത് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന പാത്രം ഒരു BPA ഫ്രീ ആയിട്ടുള്ളൊരു പ്ലാസ്റ്റിക് കണ്ടെയ്നറാണ്. നൈസ എന്ന് പറഞ്ഞിട്ടൊരു
കമ്പനിയുടെ പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സാണ്. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് അടുക്കി വയ്ക്കുകയും ചെയ്യാം, അത് ഒതുങ്ങിയിരുന്നോളുകയും ചെയ്യും. അപ്പോൾ ഈ കിച്ചണിലേക്ക് വാങ്ങിക്കുന്ന പ്ലാസ്റ്റിക് പാത്രങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ ആ വാങ്ങിക്കുന്ന പ്ലാസ്റ്റിക് ഒന്ന് ചെക്ക് ചെയ്ത് അതിൻ്റെ BPA ഫ്രീ ആണോ എന്നൊക്കെ നോക്കി വാങ്ങിക്കുന്നത് നല്ലതായിരിക്കും. കഴിയുന്നതും കിച്ചണിലേക്ക് പ്ലാസ്റ്റിക് പാത്രങ്ങൾ വാങ്ങാതിരിക്കുക. ചൂടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഒരിക്കലും പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സിൽ എടുക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ ഞാനിങ്ങനെ നോക്കി വാങ്ങിച്ച തന്നെ ഒരു പാത്രമാണ്. പിന്നെ ഒരു പാത്രം കൂടി ഉപയോഗിക്കുന്നുണ്ട്. അത് ഐക്കയിൽ വാങ്ങിയ ഒരു പ്ലാസ്റ്റിക് പാത്രമാണ്. അത് നിങ്ങൾക്ക് കാണാൻ വഴിയെ കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ അരച്ച വെളുത്തുള്ളി ഇതിലേക്ക് ഞാൻ സ്റ്റോർ ചെയ്യുകയാണ്. ഇനിയിപ്പോൾ അടുത്തത് മുളകാണ്. അപ്പോൾ ഈ പച്ചമുളക് ഒരുപാട് അരയേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് കിട്ടിയാൽ മതി. അപ്പോൾ പൾസിലിട്ടിട്ട് ഒരൊറ്റ കറക്ക്, അല്ലെങ്കിൽ ഇനിയിപ്പോൾ അത് അത്രയും വേണ്ട, കുറച്ചും കൂടെ അരയണമെന്നുണ്ടെങ്കിൽ രണ്ടാമത് ഒന്നും കൂടെ പ്രസ് ചെയ്താൽ മതി. പച്ചമുളക് നമുക്ക് നന്നായിട്ട് റെഡിയായിട്ട് കിട്ടും. അപ്പം അതും നമ്മൾ റെഡിയാക്കി എടുക്കുവാണ്. ഈ കണ്ടെയ്നറാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഐക്കയിൽ നിന്ന് വാങ്ങിയ ഒരു കണ്ടെയ്നർ. ഇത് വളരെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കണ്ടെയ്നറാണ്, നല്ല എയർ ടൈറ്റുമാണ്. അപ്പോൾ ഇതിലേക്കാണ് ഞാൻ ആ പച്ചമുളക് അരച്ചു വെച്ചിരിക്കുന്നത് വയ്ക്കുന്നത്. അപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയും അരച്ച് വെച്ചത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ സ്റ്റോർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പല രീതിയിൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഞാനിവിടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് കൂടുതൽ ഉപ്പ് ചേർക്കുന്നുണ്ട്. കൂടുതൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് നമ്മൾ അച്ചാറിനൊക്കെ ചേർക്കുന്ന പോലത്തെ ഒന്നുമല്ല. ഇത് കേടാവാതിരിക്കാൻ ഒരു നാച്ചുറൽ പ്രിസർവേറ്റീവ് എന്ന നിലയിൽ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കറി ഉണ്ടാക്കുമ്പോൾ അതിനനുസരിച്ച് ഉപ്പ് കുറച്ചിട്ട് വേണം നമ്മൾ കറിയിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ആദ്യം ഇത് ചേർത്ത് കറി വഴറ്റുന്ന സമയത്താണല്ലോ നമ്മൾ സാധാരണ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ ചേർക്കുന്നത്. അപ്പോൾ വഴറ്റിയൊക്കെ കഴിഞ്ഞ് ഉപ്പൊക്കെ നോക്കിയിട്ട് വേണം ബാക്കി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാനായിട്ട്. അതെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഇനി ഉപ്പ് ചേർക്കാതെ വേണമെങ്കിൽ കുറച്ചെടുത്ത് നിങ്ങൾക്ക് മാറ്റി ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇത് ഉപയോഗിക്കുക. ഇതിപ്പോൾ ഫ്രീസറിൽ വെക്കാൻ നേരത്തേക്കാണ് ഞാൻ ഇത് ഉപ്പ് ചേർത്ത് വയ്ക്കുന്നത്. ഇത് ഉപ്പ് മാത്രമല്ല ചേർക്കാവുന്നത്, ഇതിലേക്ക് നമുക്ക് വിനാഗിരി വേണമെങ്കിൽ ചേർത്ത് വയ്ക്കാം. അതുകൂടാതെ നമ്മുടെ ഒലിവ് ഓയിൽ ചേർത്തും ഇത് നമുക്ക് പ്രിസർവ് ചെയ്ത് വയ്ക്കാൻ പറ്റുന്നതാണ്. ഇനി വേണമെങ്കിൽ ഇത് മൂന്നും കൂടെ ചേർത്തും നമുക്ക് വെക്കാൻ പറ്റും. കാരണം ഇപ്പോൾ നിങ്ങൾ കൂടുതലും പാസ്ത, നൂഡിൽസ് അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നവരാണെങ്കിൽ അത് മൂന്നും നമുക്ക് ചേർത്ത് വെക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഒലിവ് ഓയിലിൻ്റെ കാര്യം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ സാധാരണ ഒരു മീൻകറി വയ്ക്കുമ്പോൾ ഇഞ്ചി, പച്ചമുളക് വെളുത്തുള്ളി ഇടുന്നുണ്ടെങ്കിൽ ഒലിവ് ഓയിൽ ചേർത്ത് സാധാരണ നമ്മൾ മലയാളികൾക്കത് അത്ര പെട്ടെന്നിരിക്കില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡിനനുസരിച്ചിട്ട് നമുക്കിതിലേക്ക് നാച്ചുറൽ പ്രിസർവേറ്റീവ്സ് ചേർത്ത് കൊടുക്കാം. അതായത് വിനാഗിരി, ഒലിവ് ഓയിൽ അല്ലെങ്കിൽ ഉപ്പ്, ഇതിൽ മൂന്നിൽ ഏതായാലും കുഴപ്പമില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഇഞ്ചി ചായയൊക്കെ കുടിക്കണം എന്നൊക്കെ വിചാരിക്കുകയാണെങ്കിൽ ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ അപ്പോൾ അതിനൊക്കെ വേണ്ടി കുറച്ച് ക്വാണ്ടിറ്റി നമുക്ക് സെപ്പറേറ്റ് എടുത്ത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് മാറ്റി വയ്ക്കുക. ഇത് ഞാൻ ഫ്രിഡ്ജിലല്ല വെക്കുന്നത്, ഫ്രീസറിലാണ് വെക്കുന്നത്. അപ്പോൾ ഞാനത് ഫ്രീസറിൽ വെച്ചിട്ട് എങ്ങനെയാണ് അതിൻ്റെ പരുവം എന്നുള്ളതും കൂടെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ 3 കണ്ടെയ്നേഴ്സും എൻ്റെ ഫ്രീസറിലേക്ക് പോകാനുള്ളവയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഡിന്നറിന് വേണ്ടിയിട്ട് കുറച്ച് പരിപ്പ് കറി ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത് വേറൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചതാണ്. ഒരു 2 ആഴ്ച കൂടുതലായിട്ടുണ്ടാവും. ഈ സ്പ്രിംഗ് ഒനിയൻ ഞാൻ വാങ്ങി സൂക്ഷിച്ചിട്ട്, അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അധികം കിട്ടാറില്ല, പെട്ടെന്ന് തന്നെ കേടായി പോകാറുണ്ട്. ഞാൻ വിനാഗിരി വെള്ളത്തിൽ കഴുകി വെക്കുന്നതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തുനിന്ന് ഞാൻ ആ ബൾബ്, അതായത് ആ ഒനിയൻ്റെ ബൾബ് എടുത്തിട്ടാണ് ഞാൻ ഇതിൻ്റെ ഉള്ളി വഴറ്റാനുള്ള ഉള്ളി എടുക്കുന്നത്. കാരണം ഇത് വളരെ യൂസ്ഫുള്ളാണ്. പലരും ഇത് ചിലപ്പോൾ വേസ്റ്റിലേക്ക് ഇടുന്നത് കണ്ടിട്ടുണ്ട്. അത് വേസ്റ്റിൽ ഇടേണ്ട ആവശ്യമില്ല. ഇതുകൊണ്ട് നമുക്ക് ഉള്ളിയുടെ തന്നെ ഉപയോഗമാണ് ഇതിന്, ഈ സ്പ്രിംഗ് ഒനിയൻ്റെ ആ ബൾബിന്. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഇന്ന് പരിപ്പ് കറി ഉണ്ടാക്കാൻ പോകുന്നത്. അത് പെട്ടെന്ന് തന്നെ കാണിക്കാം. വോയിസ് ഓവർ കൊടുക്കുന്നില്ല, വേണമെന്ന് ആവശ്യമില്ലെന്ന് തോന്നുന്നു. കാരണം എല്ലാവർക്കും അറിയാവുന്ന ഒരു സാധാരണ പരിപ്പ് കറി. അപ്പോൾ വീഡിയോയുടെ അവസാനം ഞാൻ ഈ ഫ്രീസറിൽ നിന്നെടുത്ത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് അരച്ച് വെച്ചിരുന്നത് ഞാൻ കാണിച്ചു തരാം അതെങ്ങനെ ഇരിക്കുന്നതെന്ന്. കാരണം ഇതിപ്പോൾ 2 ദിവസത്തെ വീഡിയോ ഞാൻ ഒരുമിച്ചിടുകയാണ്. ഇന്ന് അരച്ചു വെച്ചു, ഇനി നാളെ ബാക്കിയും കൂടി എടുത്തിട്ട് വേണം ഇതെനിക്ക് വീഡിയോ പോസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പം അത് നാളെ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ പരിപ്പ് കറി വളരെ ഈസി ആയിട്ടൊരു പരിപ്പ് കറി വളരെ പെട്ടെന്ന് തന്നെ കണ്ടോളൂ.
അപ്പോൾ ഇത് രണ്ടാമത്തെ ദിവസമാണ്. ഇന്നലെ ഞാൻ വൈകിട്ട് അരച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ ബോക്സസാണിത്. അപ്പോൾ ഇതെങ്ങനെ ഇരിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിൽ ആദ്യം നമുക്ക് വെളുത്തുള്ളി എങ്ങനെയാണെന്ന് നോക്കാം. ഇതാ വെളുത്തുള്ളി ഒരു എല്ലാം നല്ല ഫ്രോസൺ ആണിത്. പക്ഷേ വെളുത്തുള്ളി കുറച്ച് എളുപ്പത്തിൽ തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. ഐസ്ക്രീം ഇത് എടുക്കുന്നത് പോലെ തന്നെ നമുക്കിങ്ങനെ ചുരണ്ടി എടുക്കാൻ പറ്റും വെളുത്തുള്ളി. അത് കാരണം അതിനകത്ത് അധികം വാട്ടർ കണ്ടൻറ്റ് ഇല്ലാത്തത് കൊണ്ട് വെളുത്തുള്ളി പെട്ടെന്ന് തന്നെ നമുക്ക് സ്പൂണിൽ ഇതുപോലെ എടുക്കാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ഇതുപോലെ എടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു ഫോർക്ക് വെച്ച് ആദ്യം ഒന്ന് ഇതാക്കി കൊടുത്തിട്ട് ഒന്ന് ചുരണ്ടി കൊടുത്തിട്ട് പിന്നെ സ്പൂൺ വെച്ച് എടുത്താലും മതി, കുഴപ്പമില്ല. പക്ഷേ ഇങ്ങനെ വെളുത്തുള്ളിക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല, കാരണം ഉപ്പ് ചേർത്തതായതുകൊണ്ട് അത് അധികം അങ്ങ് കട്ട പിടിച്ച് പോവില്ല. പിന്നെ വരുന്നത് പച്ചമുളകാണ്. അപ്പോൾ പച്ചമുളകും ഇതുപോലെ തന്നെ കുറച്ചൊരു ബലം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പൊട്ടിച്ചിങ്ങനെ ആവശ്യമുള്ളത് എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ പച്ചമുളകും. ഇനി അടുത്തത് ഇഞ്ചിയാണ്. ഇഞ്ചി ഇത് രണ്ടും പോലെയല്ല, കുറച്ച് ഹാർഡായിരിക്കും, കാരണം ഇഞ്ചിയിൽ വാട്ടർ കണ്ടൻറ്റ് കൂടുതലായതുകൊണ്ട് അത് ക്രിസ്റ്റലായി ഇട്ടിരിക്കുന്നത് കാണാം. അപ്പോൾ കുറച്ചൊരു ബലം പിടിച്ച് ഒന്ന് ചുരണ്ടി എടുത്താൽ മാത്രമേ നമുക്കത് പെട്ടെന്ന് എടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുക, നിങ്ങളിപ്പം പാചകം ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിന് കുറച്ച് മുമ്പ് ഇതൊന്നെടുത്ത് ഫ്രീസറിന് വെളിയിൽ വെച്ച് കഴിഞ്ഞാൽ വളരെ സുഖമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ വേറൊരു ഓപ്ഷൻ എന്നുള്ളത് ഓരോ ആഴ്ചത്തേക്കും വേണമെങ്കിൽ ചെറിയ ചെറിയ ബൗൾസിലാക്കി നമുക്ക് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. ഇതിപ്പോൾ എൻ്റെ ഫ്രീസറിൽ ഇപ്പോൾ അധികം നാളൊന്നും ഇരിക്കില്ല, കാരണം പെട്ടെന്ന് തന്നെ ഈ ഓരോന്നിനും ഞാൻ എടുക്കുന്നത് കൊണ്ട് തീർന്നു പോകും. ഇപ്പോൾ ഒരുപാട് ലാർജ് ക്വാണ്ടിറ്റീസ് ഉപയോഗിക്കുന്നവർക്ക് ഒരുപാട് അങ്ങനെ പല പല ഓപ്ഷൻസിൽ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും.